പല ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 31 സങ്കീർത്തനം 8 വാക്യം. ശത്രുവിൻ്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല, എൻ്റെ കാലുകളെ നീ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. കഷ്ടപ്പാടുകളുടെയും പീഡനങ്ങളുടെയും മധ്യത്തിൽ ദൈവത്തിൽ അഭയം കണ്ടെത്തുന്ന സങ്കീർത്തകൻ ദൈവത്തോടുള്ള തൻ്റെ വിശ്വാസം ഒന്നും കൂടെ ഉറപ്പിക്കുന്നു. ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നതിനും കഷ്ടപ്പാടുകളുടെ ജീവിതത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനും നന്ദി പ്രകടിപ്പിക്കുകയാണ് ഈ വാക്യത്തിലൂടെ ചെയ്യുന്നത്. ദൈവിക സംരക്ഷണം അംഗീകരിക്കുന്നതിനും ദോഷത്തിൽ നിന്ന് വിടുവിക്കുവാനുള്ള ദൈവത്തിൻ്റെ ശക്തിയുള്ള ആശ്രയത്തെ എടുത്തു കാണിക്കുവാനും സങ്കീർത്തകൻ ശ്രമിക്കുന്നു. നീ എൻ്റെ കാലുകളെ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു എന്നതിന് തനിക്ക് മുൻപ് ഉണ്ടായിരുന്ന ഇടുങ്ങിയതും അപകടകരവുമായ സാഹചര്യങ്ങളിൽ നിന്ന് വിശാലമായ സ്ഥലം, സമാധാനത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും സ്ഥലമായി ദൈവം തന്നെ നിർത്തിയതിനെ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയ സ്നേഹിതരെ, ദാവീദിനെ പോലെ ദൈവം നൽകുന്ന നന്മകൾക്ക് സ്തുതിസ്തോത്രം അർപ്പിക്കുന്നവരായി നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നീ തന്നതല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിലില്ല എന്ന ബോധ്യതയോടെ ദിനംപ്രതി നന്ദി കരേറ്റുവാൻ എന്നെ ഒരുക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.